മണിക്കൂറിൽ പുറത്തുവരുന്നത് മാസപ്പടി കേസിൽ സുപ്രധാന നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീങ്ങുന്നു. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ്. വെള്ളിയാഴ്ച ഹാജരാവാനാണ് നോട്ടീസിൽ പറയുന്നത്. 8 CMRL ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചു. CMRL MD ഡി ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുരേഷ് കുമാർ, CMRL ജീവനക്കാർ എന്നിവർക്കാണ് സമൻസ് അയച്ചിരിക്കുന്നത്. കർത്തയുടെ ഭാര്യ, മകൻ അടക്കമുള്ള കുടുംബങ്ങൾക്കും ഇഡി നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിവിധ കമ്പനികളുടെ ഡയറക്ടർമാരാണ് ഇവർ. വീണയും കരിമണൽ കമ്പനിയും തമ്മിലുണ്ടായ സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന രേഖകൾ ഇഡിക്ക് കൈമാറാൻ കഴിഞ്ഞ ദിവസമാണ് കോടതി ഉത്തരവ് വന്നത്. ഇതിന് പിന്നാലെയാണ് ഇഡി സമൻസ് അയച്ചിരിക്കുന്നതും എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. SFIO കസ്റ്റഡിയിലെടുത്ത 134 രേഖകൾ 10 ദിവസത്തിനകം കൈമാറാനാണ് എറണാകുളം അഡീഷണൽ സെക്ഷൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. രേഖകൾ കൈമാറുന്നതിനെതിരായ CMRL എതിർപ്പ് തള്ളിയാണ് കോടതി നടപടി. എക്സാലോജിക് കമ്പനിയും വീണ വിജയനും CMRLുമായി ഉണ്ടാക്കിയ കരാറുകൾ, എക്സാലോജിക്കിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, വീണയുടെ IT റിട്ടേൺസ് എന്നിവ ഉൾപ്പെടെയുള്ള അതീവ തന്ത്രപരമായ രേഖകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ രേഖകൾ ഇഡിക്ക് കൈമാറുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ലെന്ന് SFIO നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. രാഷ്ട്രീയ കേരളത്തെ ചൂട് പിടിപ്പിച്ച ഒന്നായിരുന്നു മാസപ്പടി വിവാദം. വിജയന്റെ മകൾ വീണ ഉടമസ്ഥയായ IT സ്ഥാപനമാണ് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കൊച്ചി ആസ്ഥാനമായുള്ള കരിമണൽ ഖനന കമ്പനിയാണ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ്. IT സേവനങ്ങളുടെ പേരിൽ 2017 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ CMRL 1.72 രൂപ കൈമാറിയെന്നാണ് ആരോപണം. അതും യാതൊരു IT സേവനവും എക്സാലോജിക് നൽകാതെയാണ് ഇത്രയും തുക കൈമാറിയത്. SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയത് ഈ തുക ഏകദേശം 2.70 കോടിയോളം വരുമെന്നാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ മറവിൽ നിയമവിരുദ്ധമായി CMRLിൽ നിന്ന് പണം വാങ്ങുകയായിരുന്നു എന്നാണ് ആരോപണം ഉയർന്നത്. 2019 ജനുവരി 25 ആദായ നികുതി വകുപ്പ് CMRL ഓഫീസുകളിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ വസതികളിലും നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് സംഭവം ചൂടുപിടിച്ചത്. 133.82 കോടി മുതൽ 182 കോടി രൂപ വരെ CMRLന് നികുതി വെട്ടിപ്പ് നടത്തിയതായി റെയ്ഡിൽ കണ്ടെത്തി. ചെലവുകളിൽ കൃത്രിമം കാണിച്ചുണ്ടാക്കിയ ഈ കള്ളപ്പണം രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയതിന്റെ രേഖകളും ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ഈ രേഖകളിലാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയ പണത്തിന്റെ വിവരങ്ങളും ഉണ്ടായിരിക്കുന്നത്. യാതൊരു IT സേവനങ്ങളും നൽകാതെയാണ് എക്സാലോജിക്കിന് പണം നൽകിയതെന്ന ആരോപണം ശരിയാണെന്ന് CMRL ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ എന്തിന് പണം നൽകി? മുഖ്യമന്ത്രി ചെയ്ത സഹായത്തിന് പ്രതിഫലമെന്ന ആരോപണം ഉന്നയിക്കുന്നവരുടെ ഉത്തരം, CMRLന് ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും ഖനനാനുമതി ലഭിക്കാൻ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് കമ്പനിയുടെ അപേക്ഷ പുനഃപരിശോധിക്കാൻ നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെ വീണ വിജയന് പ്രതിമാസം 5 ലക്ഷം രൂപ നിരക്കിൽ കൺസൾട്ടന്റ് നിയമന കത്ത് ലഭിച്ചു. പിന്നീട് 2017 മാർച്ചിൽ എക്സാലോജിക്കുമായി പ്രതിമാസം 3 ലക്ഷം രൂപയുടെ കരാറുണ്ടാക്കി. അതായത് റവന്യൂ വകുപ്പിലെ അനുകൂലമായ സർക്കാർ തീരുമാനങ്ങൾക്ക് പകരമായി നൽകിയ നിയമവിരുദ്ധ പ്രതിഫലമാണ് ഈ പ്രതിമാസ പണമിടപാടുകൾ എന്നാണ് ആരോപണം ഉന്നയിക്കുന്നവരുടെ വാദം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.